ഇടയനോടൊപ്പം ദൈവജനം ഒരുമിച്ച് പരിശുദ്ധ അമ്മയുടെ കരം പിടിച്ച് ചെമ്പേലി ബസിലിക്ക പള്ളിയിലേക്ക് നടന്നു നീങ്ങുന്ന ദൃശ്യങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് ആലക്കോട് മേഖലയിൽ നിന്ന് വരുന്ന തീർത്ഥാടനമാണ്. ആലക്കോട് ഭാഗത്ത് ഏതാണ്ട് 4500ഓളം പേര് ഇപ്പൊ ഈ തീർത്ഥാടനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും പരിശുദ്ധ കന്യാമാതാവിനോടുള്ള പ്രത്യേക ഭക്തി ഉള്ള ആൾക്കാരാണ്. കൈകളിൽ ജപമാല എടുത്ത് മാതാവിന്റെ സന്നിധിയിലേക്ക് നടത്തുന്ന യാത്രയാണല്ലോ. തലശ്ശേരി അതിരൂപതയ്ക്ക് മുഴുവൻ വലിയൊരു ആത്മീയ ഉണർവിന്റെ അവസരമാണിത്. ധാരാളം ആളുകൾ മാതാവിനോട് പ്രാർത്ഥിച്ച്, പ്രത്യേകിച്ച് കുടിയേറ്റ ജനതയ്ക്ക് മാതാവിനോട് പ്രാർത്ഥിച്ചാണ് അവർ പല പ്രതിസന്ധികളെ അതിജീവിച്ചത്. ഈ കാലത്തിൽ അതുപോലെ തന്നെയാണ് ഈ കാലഘട്ടത്തിന്റെ എല്ലാ പ്രതിസന്ധികളിലും പരിശുദ്ധ കന്യകാമാതാവിന്റെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കുകയാണ്. വലിയൊരു ആത്മീയ ഉണർവ്, വലിയ ആവേശത്തിലാണ് ദൈവത്തിൽ പങ്കെടുക്കുന്നത്. ധാരാളം വൈദികരും സിസ്റ്റേഴ്സും ഒക്കെ ഉണ്ട്. ഇനി 5 കിലോമീറ്ററും കൂടി ഉള്ളൂ ചെമ്പേരിയിലേക്ക്. അവിടെയും ധാരാളം തീർത്ഥാടകർ എത്തുന്നു. മരിയൻ തീർത്ഥാടനം ഉളിക്കലിൽ എത്തി നിൽക്കുമ്പോൾ വലിയൊരു ഭക്തിസാന്ദ്രമായ നിമിഷങ്ങൾക്കാണ് ഷെക്കിന ന്യൂസ് സാക്ഷിയായിരിക്കുന്നത്. ബഹുമാനപ്പെട്ട AKCC ഡയറക്ടർ ഫിലിപ്പ് കപിലച്ചൻ നമ്മോടൊപ്പം ചേരുകയാണ്. ഈ ഒരു തീർത്ഥാടനം ഒരു 2ാം വർഷത്തിലേക്ക് കടക്കുമ്പോൾ അനുഗ്രഹത്തിൻ്റെ ഒരു തീർത്ഥാടനം കൂടിയല്ലേ? തീർച്ചയായിട്ടും ക്രിസ്മസിന് ഒരുങ്ങുന്ന ഈ കാലഘട്ടത്തിൽ ലോകം മുഴുവൻ ക്രിസ്മസിൻ്റെ അരൂപിലേക്ക് കടന്നു വരികയാണ്. മാതാവിലൂടെ ഈശോയിലേക്ക് എന്ന മുദ്രാവാക്യവുമായി തലശ്ശേരി അതിരൂപതയിൽ മരിയൻ തീർത്ഥാടനം 2ാം വർഷത്തിലേക്ക് കടക്കുകയാണ്. ആയിരക്കണക്കിന് വിശ്വാസികളാണ് അഭിമന്യ മാർ ജോസഫ് പാമ്പ്ളാനി പിതാവിനോടൊപ്പം ഈ തീർത്ഥാടനത്തിൽ പങ്കെടുക്കുന്ന അനേകം വൈദികരും സന്യസ്തരും അൽമായരുമായിട്ടുള്ള വിശ്വാസികൾ, തീർത്ഥാടകർ ഈ തീർത്ഥാടന വഴികളിലൂടെ നടക്കുമ്പോൾ അത് വിശ്വാസത്തിൻ്റെ ഒരു പ്രകടനവും വിശ്വാസത്തിൽ ആഴപ്പെടുന്നതിൻ്റെ ഒരു ലക്ഷണവുമാണ്. ദൈവത്തിൽ ആശ്രയിക്കാൻ വേണ്ടി മാതാവ് കാണിച്ചു തന്ന മാധ്യസ്ഥത്തിൻ്റെ വഴികളിലൂടെ ഈശോയിലേക്ക് എന്ന ഒരു മുദ്രാവാക്യത്തിലൂടെയാണ് ഈ നടപ്പ്. ഒത്തിരിയേറെ ആളുകളാണ് ഇതിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വഴിയോരത്തുകൂടെ പോകുന്നത്. എടൂരിൽ നിന്ന് ആരംഭിച്ച മരിയൻ തീർത്ഥാടനം അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് ഉളിക്കൽ, അതായത് ഉളിക്കൽ ഉണ്ണിമിശിഹ ഞാനിപ്പോൾ ആയിരിക്കുന്ന ദേവാലയത്തിലാണ്. ബഹുമാനപ്പെട്ട വികാരിയച്ഛൻ മനോജ് അച്ഛൻ നമ്മോടൊപ്പം ചേരുകയാണ്. 10,000-കണക്കിന് വിശ്വാസികൾ പങ്കുചേരുന്ന ഈ ഒരു മരിയൻ തീർത്ഥാടനം ഉളിക്കലിലെത്തിയപ്പോൾ ഭക്തിസാന്ദ്രമായ നിമിഷങ്ങൾക്കാണ് ഉളിക്കൽ ഉണ്ണിമിശിഹ ദേവാലയം സാക്ഷിയായത്. എത്ര പേർക്കാണ് ഇവിടെ ഭക്ഷണം കരുതിയത്? എത്ര പേരെയാണ് ഉണ്ണിമിശിഹ ദേവാലയത്തിലേക്ക് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത്? തലശ്ശേരി അതിരൂപത നടത്തുന്ന 2ാമത്തെ മരിയൻ തീർത്ഥാടനം വലിയ ദൈവാനുഗ്രഹം കൊണ്ട് ഉളിക്കൽ വരെ എത്തിയിരിക്കുകയാണ്. ചെമ്പേരിയിലേക്ക് പോകാനായിട്ടുള്ള എല്ലാ ക്രമീകരണങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ തവണത്തെ മരിയൻ തീർത്ഥാടനത്തിൻ്റെ ഭാഗമായിട്ട് 2000 പേർക്കാണ് ഇവിടെ ഭക്ഷണം ഒരുക്കിയിരിക്കുന്നത്. ഏകദേശം 2000 പേര് തന്നെ ഭക്ഷണം കഴിച്ചിട്ടാണ് ഇപ്പോൾ പോകാനായിട്ട് തയ്യാറായിരിക്കുന്നത്. തലശ്ശേരി അതിരൂപത നടത്തുന്ന തീർത്ഥാടനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തീർത്ഥാടനമായി ചെമ്പേരി ബസിലിക്കയിലേക്കുള്ള മരിയൻ തീർത്ഥാടനം മാറിയിരിക്കുകയാണ്. എല്ലാ ദൈവാനുഗ്രഹങ്ങളും പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്താൽ എല്ലാവർക്കും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ നെല്ലിക്കാമ്പയിൽ ഫൊറോനയിലെ എല്ലാ ഇടവുകളും ഈ ഒരു തീർത്ഥാടനം ഏറ്റവും മനോഹരമാക്കാൻ ഒത്തിരി സഹായിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഉളിക്കൽ ഇടവക സമൂഹവും ഒറ്റക്കെട്ടായി നിന്നിട്ടാണ് ഇതിനു വേണ്ടിയിട്ടുള്ള എല്ലാ ക്രമീകരണങ്ങളും ചെയ്തത്. എല്ലാവർക്കും ദൈവാനുഗ്രഹങ്ങൾ ഏറെ സ്നേഹപൂർവ്വം നേരുന്നു. ഇനി ആശ്രയം നീ മാത്രം, ജപമാലയിൽ അഭയം തേടുന്നു, ഇനി ആശ്രയം നീ മാത്രം. അമ്മേ നിന്നെ തേടുന്നു ഞങ്ങൾ, ആവേ മരിയേ ആശ്രയമാവമ്മേ. അമ്മേ നിന്നെ തേടുന്നു ഞങ്ങൾ, ആവേ മരിയേ ആശ്രയമാവമ്മേ. വിദ്യാർത്ഥികളുമായിട്ട് നമ്മോടൊപ്പം ആയിരിക്കുന്നത് ബഹുമാനപ്പെട്ട തോമസ് മേൽവട്ടമച്ചനാണ്. നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് പോലെ നിരവധി സെമിനാരി വിദ്യാർത്ഥികൾ, വൈദിക വിദ്യാർത്ഥികൾ ഈ മരിയൻ തീർത്ഥാടനത്തിൽ പങ്കുചേർന്നിട്ടുണ്ട്.
എത്ര മണിക്കാണ് അവിടെ നിന്ന് പോകുന്നത്? ഞങ്ങൾ വൈകുന്നേരം 10 മണിക്ക് അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. എന്നിട്ട് ഇവിടെ നിന്നാണ് പയ്യാവൂരിൽ നിന്നാണ് ഞങ്ങൾ ജോയിൻ ചെയ്യുന്നത്. 46 ബ്രദേഴ്സ് അവിടെ നിന്ന് വന്നിട്ടുണ്ട്. അച്ഛന്മാർ 4 പേര് അവിടെ നിന്ന് വന്നിട്ടുണ്ട്. മരിയൻ തീർത്ഥാടനത്തിൽ ഞാൻ സെമിനാരി തലശ്ശേരി രൂപതയുടെ സെമിനാരിൽ നിന്ന് എല്ലാ വർഷവും കഴിഞ്ഞ വർഷം തൊട്ട് പങ്കെടുക്കുന്നുണ്ട്. കാരണം മാതാവിൻ്റെ ഭക്തി വളരാനായിട്ട് ദൈവാനുഗ്രഹ ഭാഗ്യമായിട്ട് നല്ലൊരു അവസരമാണല്ലോ ഇത്. അത് ഞങ്ങളുടെ ബ്രദേഴ്സാണ് ഈ പുറകെ നിൽക്കുന്ന ബ്രദേഴ്സ് എല്ലാവരും. അവരെ ഞാൻ പ്രത്യേകമായിട്ട് ഓർക്കുന്നു. അങ്ങനെ ഈ മരിയൻ തീർത്ഥാടനം എല്ലാം കൊണ്ട് ദൈവാനുഗ്രഹമാകുന്ന ഒന്നാണെന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് സംശയമൊന്നുമില്ല. ഈ മരിയ ഭക്തിയാണല്ലോ വൈദിക പരിശീലനത്തിലും വൈദിക ജീവിതത്തിലെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ഒരു നന്മയായിട്ട് തീരുക. മാതാവിനുള്ള ഭക്തിയും മാതാവിൻ്റെ മാധ്യസ്ഥം ചെയ്യുന്ന വഴിയായിട്ട് നല്ല വൈദികരായിട്ട് മാറാനായിട്ട് ഞങ്ങളുടെ ഈ സെമിനാരിക്കാർ സാധിക്കും. പ്രത്യേകിച്ച് ലൂർദ് മാതാവിൻ്റെ അടുത്തെത്തുമ്പോൾ അത് കൂടുതൽ ദൈവാനുഗ്രഹത്തിൻ്റെ ഒരു നിമിഷമായിട്ട് മാറുന്ന കാര്യങ്ങൾ സംശയമില്ല. താങ്ക് യു സോ മച്ച്. ഇടയനോടൊപ്പം ദൈവജനം മുഴുവനും തലശ്ശേരി അതിരൂപത ബഹുമാനപ്പെട്ട പാമ്പലാനി പിതാവിനോടൊപ്പം കരം പിടിച്ച് പരിശുദ്ധ അമ്മയുടെ കരം പിടിച്ച് എത്തിച്ചേരുന്ന അത്യപൂർവമായ നിമിഷങ്ങൾക്കാണ് നമ്മളിപ്പോൾ സാക്ഷിയാകുന്നത്. ഒരു അനുഭവമായിരുന്നു. കൂടുതൽ പ്രാർത്ഥനയിലും ജപമാലയോടുള്ള ഭക്തിയും ജപമാല ചൊല്ലിക്കൊണ്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. ഇനി ഇവിടുന്ന് തുടർന്നും ജപമാല ചൊല്ലിക്കൊണ്ടാണ് ഞങ്ങൾ ബസിലിക്ക പള്ളിയിലേക്ക് യാത്ര പോകുന്നത്. ഏറെ അനുഗ്രഹപ്രദമായ നിമിഷങ്ങളിലൂടെയാണ് പ്രദേശത്ത് കടന്നു പോകുന്നത്. അതുപോലെ പ്രാർത്ഥനാ ചൈതന്യത്തിൽ വളരാനും ആ ഒരു വൈദിക പരിശീലനത്തിൻ്റെ ഒരു പ്രധാന ഘട്ടവും ഈ പ്രാർത്ഥനയും ആത്മീയ ജീവിതത്തിലുള്ള വളർച്ചയുമാണ്. അതിന് പരിശുദ്ധ അമ്മയുടെ നിരന്തരമായ സഹായവും മധ്യസ്ഥവും ഞങ്ങൾക്ക് എപ്പോഴും ലഭിക്കുന്നതുകൊണ്ട് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് പ്രത്യേക മാതാവിന് നന്ദി പറയുന്നു, പ്രാർത്ഥിക്കുന്നു. ആവേ 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 മരിയ, ആവേ 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 മരിയ, ആവേ ആവേ. വിശ്വാസത്തിന്റെ അതിലുപരി പരിശുദ്ധ അമ്മയോടുള്ള നന്ദി സൂചകമായി ജാതിമത ഭേദമന്യേയാണ് ജനങ്ങൾ ഈ തീർത്ഥാടനത്തിൽ പങ്കെടുക്കുന്നത്. ഇവിടെ എത്തുന്ന ആയിരക്കണക്കിന് വിശ്വാസികളെ സ്വീകരിക്കുവാനായി വിപുലമായ ഒരുക്കങ്ങളാണ് തലശ്ശേരി അതിരൂപത ഒരുക്കിയിരിക്കുന്നത്. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ്യം തേടിയും പരിശുദ്ധ അമ്മ വഴി ലഭിച്ച അനവധി അനുഗ്രഹങ്ങൾക്ക് നന്ദി പറഞ്ഞും അനേകായിരങ്ങൾ പങ്കെടുക്കുന്ന ഈ തീർത്ഥാടനം അക്ഷരാർത്ഥത്തിൽ മാതൃവണക്കത്തിന്റെ ഉദാഹരണമായി മാറുകയാണ്.